Good evening, everyone. Sorry, I can't speak fluently in Tamil, so excuse me. And I'm super happy, excited, because his voice is my favorite. I fell in love with his voice. That's all I can say. Thank you. God bless. Alhamdulillah. നമ്മൾ കേട്ടത് കുറച്ചു കാലം മുമ്പ്, അധികമൊന്നും ആയിട്ടില്ല, നമ്മുടെ AR റഹ്മാന്റെ ഭാര്യ സൈറ ബാനു AR റഹ്മാനെ പറ്റി ഒരു പൊതുവേദിയിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷെ പൊടുന്നനെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് AR റഹ്മാനും സൈറ ബാനുവും തമ്മിൽ വേർപിരിയുന്നു എന്നുള്ള ആ ഒരു വളരെ ദുഃഖകരമായൊരു വാർത്ത കേട്ടത്. കാരണം AR റഹ്മാന് വലിയ രീതിയിലുള്ള ഹേറ്റേഴ്സ് ഒന്നും ഉള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നോക്കുവാണെങ്കിൽ പണ്ടത്തെ അത്ര മികവ് അദ്ദേഹത്തിന് ഇപ്പം പുലർത്താൻ സാധിക്കുന്നില്ല, പൊതുവെ അങ്ങനെയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് പൊതുവെ കുറവാണ്. ഏതാണ്ട് 2000 കോടിയിലധികം സമ്പാദ്യമുള്ള ഒരാളാണ് AR റഹ്മാൻ. തൻ്റെ ജീവിതം സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന സംഗീതജ്ഞരിൽ ഒരാളാണ്. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയൊരു വ്യക്തിയാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡൈവോഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടി. ഇന്റർനാഷണൽ ലെവലിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. ഈ ഒരു അവസ്ഥയിൽ ഡൈവോഴ്സ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ് പലരും ചോദിക്കുന്നത്. 3 മക്കളാണ്, 3 മക്കൾ പ്രായമായി, 2 പേര് പാട്ടൊക്കെ പാടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AR റഹ്മാൻ 58 വയസ്സായി, സൈറ ബാനുവിന് അത്യാവശ്യം പ്രായമൊക്കെയായി. ഇനിയൊരു ഡൈവോഴ്സിന്റെ ആവശ്യം എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഇനി ഡൈവോഴ്സ് ആവുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ പറഞ്ഞ മീഡിയ ആൾക്കാർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗോസിപ്പ് വാർത്തക്കാരെല്ലാം കൂടെ കൂടി ഒരുപാട് ന്യൂസുകൾ പടച്ചുവിട്ടു. ആ ന്യൂസുകളെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും AR റഹ്മാനോടൊരു സ്നേഹം തോന്നിയിട്ടായിരിക്കാം ഒരുപക്ഷെ തൻ്റെ തീരുമാനം മാറ്റുന്നു എന്ന തരത്തിൽ സൈറ ബാനു വീണ്ടും ഇന്നലെ ഒരു വോയിസ് നമ്മൾ കേട്ടതാണ്. ആ വോയിസ് നമുക്ക് കേൾക്കാം. My sincere prayers that we are left alone and given a space at this moment, not announced officially anything yet. I'll be coming back to Chennai soon. അതായത് ഈ ഒരു തീരുമാനം കൺഫേം അല്ല, ഏത് സമയത്ത് മാറാമെന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായമാണ് സൈറ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ സൈറയ്ക്ക് തന്നെ നിശ്ചയമില്ല ഇതിൽ നിൽക്കണോ അതോ പോകണോ എന്നുള്ള കാര്യം. സൈറയ്ക്ക് തന്നെ നിശ്ചയമില്ല, ഏത് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇപ്പം അവർ പറയുന്നത് ബോംബെ പോയത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. എനിവേ ഡൈവോഴ്സ് ആവാനുള്ള സാധ്യത കുറവായിരിക്കാം. ഒരുപക്ഷെ ആരെങ്കിലും ഇടനിലക്കാരൊന്നും അല്ല ചർച്ച വല്ല നടത്തിക്കാണ്, ഇത് വലിയ നാണക്കേടാണ് എന്നുള്ള രീതിയിൽ ചർച്ച നടത്തിക്കാണ്. അതിനിടയിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് വേറൊരാളുമായി AR റഹ്മാന് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞ്, അതായത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഈ പറഞ്ഞ സ്ത്രീയുമായി AR റഹ്മാന് പ്രണയമുണ്ട്. ഈ അടുത്ത് ഡൈവോഴ്സ് ആയി, ഇനി അവരെ കെട്ടാനാണ് AR റഹ്മാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് കുറുക്കനെ പേടിച്ച് പുലിമുടയിൽ കയറി വിളിക്കുന്ന ഒരു മുയലിന്റെ അവസ്ഥയായിട്ടാണ് ഞാൻ അതിനെ വ്യാഖ്യാനിച്ചത്. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഗോസിപ്പൊക്കെ ആരോടും പോയി ചോദിക്കാൻ ആരുമില്ല. ആരോട് പോയി ചോദിക്കും? ഇത് നമ്മുടെ പരിധി വിട്ടൊരു സംഭവമാണ്. സോ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചെന്ന് ഒരു നിഗമനം നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു സംഗതി ഒരുപക്ഷെ സമാന മനസ്കരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഭാവിയിൽ ഗുണമായേക്കാം. സോ ആദ്യമാണ് നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ ഒരു വിഷയം വൈറലായ സമയത്ത് പ്രധാനമായും വന്നൊരു കമന്റ്, ഏറ്റവും അധികം ലൈക്കും അതുപോലെ തന്നെ റിപ്ലൈയും കിട്ടിയ ഒരു കമന്റ് ഉണ്ട്, പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. അതായത് മലയാളത്തിലും തമിഴിലും ഈ ഒരു കമന്റ് വന്നുള്ളതാണ്. നിങ്ങൾ പലരും കണ്ടു കാണും. ആ കമന്റിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, AR റഹ്മാൻ ഭാര്യയുമായി വലിയ ബന്ധമൊന്നുമില്ല. ഇതുപോലെ 3 മക്കളെ അദ്ദേഹം ഉണ്ടാക്കി, പക്ഷെ അദ്ദേഹത്തിന് നിലവിൽ ഭാര്യയുമായി വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് ഫുൾ ടൈം മ്യൂസിക് ആണ്. രാത്രി 2 മണി വരെയും റെക്കോർഡിങ്ങുകൾ ഉണ്ടാവും. അതിനുശേഷം 3 മണിക്കാണ് ഉറങ്ങുന്നത്. 3 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അദ്ദേഹം വീട്ടിൽ പോകാറില്ല, ഭാര്യയെ കാണാറില്ല. ഭാര്യയ്ക്കുമില്ലേ വിചാരങ്ങൾ. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ AR റഹ്മാനെ ഉപേക്ഷിച്ചത് എന്നാണ് ഒരു പ്രമുഖ വ്യക്തി കമന്റ് അടിച്ചിരിക്കുന്നത്. ആ കമന്റിന് റിപ്ലൈ ഒരുപാട് പേര് അയക്കുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഈ ഒരു കാരണത്താലാണ് ഡൈവേഴ്സ് ആവുന്നത് എന്നുള്ളതാണ്. അതായത് ഭാര്യയ്ക്ക് വേണ്ട രീതിയിലുള്ള ശാരീരിക സുഖങ്ങൾ കിട്ടുന്നില്ല, സൈറ ബാനുവിന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഡൈവോഴ്സ് ആവുന്നത് എന്ന തരത്തിലാണ് ഇവിടെ കമന്റ് വന്നിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് കമന്റ് അടിക്കുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴത്തേന് ആക്ച്വലി ഒരു സ്ത്രീയെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്സ് മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്, പല ടൈപ്പ് സ്ത്രീകളാണ്. അതായത് സെക്സ് ഡ്രൈവ് ഒരേപോലെ അല്ല എല്ലാവർക്കും. ചില ആൾക്കാർക്ക് അമിതമായ സെക്സ് താല്പര്യമുള്ളവരുണ്ടാവും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ചിലർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് സെക്സിനോട് വലിയ താല്പര്യം ഉണ്ടാവാം, ചിലർക്ക് മീഡിയം താല്പര്യമായിരിക്കും. ചിലരെ സംബന്ധിച്ച് എല്ലാ നാട്ടിലും 1-2 പേരുണ്ടാവും. അതായത് ചില കയറൂരി വിട്ട കുതിരയെ പോലെ ഇങ്ങനെ നടക്കുന്ന ഏതാണ്ട് ഒരു കുടുംബസ്ഥരായിരിക്കാം, ഫാമിലി ലേഡി ആയിരിക്കാം. എന്നാലും അവർ ഈ സെക്സിന്റെ വിഷയത്തിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയൊരു ബലഹീനതയാണ്. അങ്ങനെ അവരൊരു ഏതാണ്ട് ഒരു 10-50 വയസ്സ് വരെ ഇങ്ങനെ ഈ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവസാനം എവിടെങ്കിലും ഇങ്ങനെ കട്ടം പോയി ഓടി തേഞ്ഞ് ഇങ്ങനെ വീടുന്നൊരവസ്ഥ പൊതുവെ പല നാട്ടുകളിലും നമ്മൾ കണ്ടുവരാറുണ്ട്. സോ ആ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് സെക്സ് ഡ്രൈവ് കൂടുതലാണെന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദം ഇതൊരു ബൈ ബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതിലേക്ക് വഴി തെളിച്ചേക്കാം. പക്ഷേ ഈ സെക്സ് ഡ്രൈവ് ആണായാലും പെണ്ണായാലും ഈ ബൈ ബർത്ത് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സൈറ ബാനു എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയില്ല. ഇവർ ഈ സെക്സ് ലഭിക്കാത്തതുകൊണ്ടാണ് പോകുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ AR റഹ്മാൻ കല്യാണം കഴിച്ച സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് 3 മക്കളുണ്ടാകുന്നു.
ഒരുപക്ഷെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ വീട്ടിൽ വരണമെന്നില്ല, സ്റ്റുഡിയോയിൽ തന്നെ കിടന്നോ, കാരണം കൂടുതൽ ഇങ്ങനെ വീട്ടിൽ വരുവാണെങ്കിൽ ജനപ്പെരുപ്പത്തിന് വലിയ കാരണമാകുമെന്ന് എ ആർ റഹ്മാനോട് ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, സൈറ ബാനു തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പുള്ളി ഈ സ്റ്റുഡിയോയിൽ കിടക്കാനുള്ള കാരണം. എനിക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അതായത് എ ആർ റഹ്മാനെതിരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ സൈറ ബാനു ഇടപെട്ട് അദ്ദേഹം വളരെ മാന്യനായ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആയിരിക്കാം, വളരെ മാന്യനായ നല്ല മനുഷ്യനായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ അദ്ദേഹത്തിന്റെ പരിമിതി വെച്ചുകൊണ്ട് ഒരുപക്ഷെ സൈറ ബാനുവിനെ കെയർ ചെയ്യാനുള്ള ഒരു അവസരം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊരു പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കാം. കുടുംബത്തെയോ അല്ലെങ്കിൽ സൈറ ബാനുവിനെ അത്രത്തോളം അവരാഗ്രഹിക്കുന്ന രീതിയിൽ കെയർ ചെയ്യാനുള്ള ഒരു അവസരം ഒരുപക്ഷെ എ ആർ റഹ്മാന് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നു. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവർക്കും സെക്സ് അല്ല ആവശ്യം, ചിലർക്ക് ഒന്ന് കെയർ ചെയ്യാൻ ആളില്ല എന്ന് ഉള്ളത് വലിയ ഒരു ദുഃഖകരമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില വിവാഹ ബന്ധങ്ങളിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് അഭീത ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. ഭർത്താക്കന്മാർ ഈ പറഞ്ഞ അഭീത ബന്ധം, അതായത് ഭാര്യയെ മറന്നിട്ട് തന്റെ കാമുകിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ചിന്തിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ തന്റെ ഭാര്യയ്ക്ക് ആരും കെയർ ചെയ്യാനില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനില്ലാതെ അവരിങ്ങനെ വീർപ്പൂട്ടിയിരിക്കുക എന്നുള്ള ആരെയും ഭർത്താവ് ചിന്തിക്കുന്നില്ല. തിരിച്ച് ഭാര്യമാർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, അവരുടെ ഭർത്താക്കന്മാരെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തി മറ്റൊരു പാരൽ വഴി തേടും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് ഈ അഭീത ബന്ധങ്ങൾക്കൊക്കെ പോകുന്ന പുരുഷന്മാരാണെങ്കിലും ചിന്തിക്കണം. എനിവേ ഇത്തരം റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അതിനിടയിൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ ശ്രമിക്കണം. എനിവേ ഈ കമന്റുകളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ ആർ റഹ്മാൻ എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ശരീരസുഖം കൊടുക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇതേപോലെ സ്റ്റുഡിയോ പറ്റി കിടന്നാണ്. കമന്റ് അടിച്ച ആളുകളെങ്കിലും അത് മനസ്സിലാക്കി തങ്ങളുടെയൊക്കെ ഭാര്യമാർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. കാരണം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധ്യമായെന്ന് വരികയില്ല. സോ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. പിന്നെ ഈ വിഷയത്തിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പം പ്രിയദർശൻ ലിസിയും വേർപിരിഞ്ഞു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അത്തരം ഒരു പുതിയൊരു പരിഷ്കാരം ഈ പറഞ്ഞ സെലിബ്രിറ്റി ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇവർ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വേർപിരിക്കുക, ഒഫീഷ്യലി ഡൈവോഴ്സ് ആയതിനു ശേഷം മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത്, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഭാര്യയ്ക്ക് ഫ്രീ ആയിട്ട് നടക്കാം, ആരോടൊപ്പം വേണമെങ്കിലും പോവാം, നടക്കാം, ശയിക്കാം, എന്തുവേണമെങ്കിലും ചെയ്യാം. ഭർത്താവിനും അതുപോലെ തന്നെ ചെയ്യാം. നേരത്തെ ഭർത്താവ് ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഭാര്യയെ ചൊടിപ്പിക്കും. അപ്പം ഭാര്യയ്ക്കും ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഭർത്താവുമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല. അതിനുള്ളൊരു വഴിയാണ് രണ്ടുപേരും ഡിവോഴ്സ് ആയതിനു ശേഷം ഈ രീതിയിൽ അർമാദിക്കുക എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ഏത് പ്രശ്നം വരുന്നില്ല. ഈ പറയപ്പെടുന്ന ഒരു ഭാര്യ ഒരാളുടെ കൂടെ വേറൊരു ഹോട്ടലിൽ കണ്ട് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കണ്ടെന്ന് പറയുമ്പോൾ ഒരാൾ വിളിച്ച് പറയുകയോ ഒരാൾ പരാതി പറയുകയോ ചെയ്തിട്ട് നിങ്ങളുടെ ഭാര്യ ഇതേപോലെ വേറൊരാടോ നിൽക്കുന്ന ആരും പരാതി പറയത്തില്ല. അവിടെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം രണ്ടുപേരും ഡൈവേഴ്സായി നിൽക്കുവാണ്. എന്നാൽ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുട്ടികളുടെ കല്യാണങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുകയും ചെയ്യും. അതൊരു പുതിയൊരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ ഫോളോ ചെയ്യാൻ ഒരുപാട് പേര് ഇപ്പം താല്പര്യപ്പെടുന്നുണ്ട്. സോ അത്തരം ഒരു തയ്യാറെടുപ്പിനാണോ ഈ എ ആർ റഹ്മാനും സൈറ ബാനുവും ശ്രമിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നില്ല. എനിവേ ചില ആൾക്കാർ പറയുന്നത് എ ആർ റഹ്മാൻ സൈറ ബാനുമായിട്ട് വേർപിരിഞ്ഞു, ഇനി എ ആർ റഹ്മാൻ പഴയ പോലെ ദിലീപ് കുമാറായി മാറും എന്ന് ചില വിവരദോഷികൾ പറയുന്നുണ്ട്. ആക്ച്വലി ഈ സൈറ ബാനുവിനെ കെട്ടിയ ശേഷം അല്ല എ ആർ റഹ്മാൻ മുസ്ലിം ആവുന്നത്. എ ആർ റഹ്മാൻ ഏതാണ്ട് 23 വയസ്സിലെങ്ങാണ്ടാണ് മുസ്ലിം കുടുംബപരമായിട്ടായതാണ്. അദ്ദേഹത്തിന്റെ പെങ്ങന്മാരുൾപ്പെടെ മുസ്ലിം ആയത്. അതിനു മുമ്പ് അദ്ദേഹം ദിലീപ് കുമാർ ആയിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ യോദ്ധ എന്ന് പറയുന്ന സിനിമ ആദ്യമായി അദ്ദേഹം ഒരു സ്വതന്ത്ര സംഗീത സംവിധാനം ആയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം വിഡിത്തരങ്ങളൊക്കെ ആരോ ഇരുന്ന് എഴുന്നള്ളിക്കുന്നുണ്ട്. എനിവേ അത്തരം വിഡിത്തരങ്ങളൊക്കെ ആരോ ഇരുന്ന് എഴുന്നള്ളിക്കുന്നുണ്ട്. അത്തരം വിഡിത്തരങ്ങളൊക്കെ ആരോ ഇരുന്ന് എഴുന്നള്ളിക്കുന്നുണ്ട്. ആക്ച്വലി എ ആർ റഹ്മാനെ സംബന്ധിച്ച് ഇനി ഒരു പുതിയൊരു കല്യാണം അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കണക്ക് പ്രിയദർശൻ ലിസിയൊക്കെ ചെയ്യുന്നതാണ് ഡിവോഴ്സ് ആയി നിന്നിട്ട് മക്കളുടെ കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മനസ്സിലാവാത്തൊരു കാര്യം, സൈറ ബാനു ഇത്രയും അധികം പ്രശ്നം ഉണ്ടാക്കി ക്വിൽ നോട്ടീസൊക്കെ അയച്ച് ബോംബെ പോയതിനു ശേഷം സൈബർ അറ്റാക്ക് വന്നപ്പോൾ മാറി ചിന്തിക്കാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സ് അത് കാണാതെ പോരല്. തീർച്ചയായും വീണ്ടും ഇവർ ഒന്നിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇരുവേ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.